സ്വാതന്ത്ര്യദിനാഘോഷത്തിന് വേണ്ടിയിട്ട് റോഡിലൊക്കെ ദേശീയ പതാകകൾ വിൽക്കുന്നവരും അതിൻ്റെ തിരക്കുകളും ഒക്കെയാണ് ഇപ്പോൾ കാണാനുള്ളത്. ഇപ്പോൾ എൻ്റെ ഒരു സംശയം എന്ന് പറയുന്നത്, തമിഴ്നാട്ടിൽ ഈ ദേശീയ പതാക ഉയർത്തുന്നതിന് എന്തെങ്കിലും വിലക്കുണ്ടോ? വിലക്കുണ്ട്. BJP-ക്കാർ ഉയർത്താൻ പാടില്ല. അതെന്താ? അതങ്ങനെയാണ്. തമിഴ്നാട്ടിൽ BJP ഒരു തിരങ്ക റാലി ബൈക്കിൽ ദേശീയ പതാകയൊക്കെ ആയിട്ട് നാളെ ഓഗസ്റ്റ് 15 റാലി നടത്താൻ തീരുമാനിച്ചു. കോയമ്പത്തൂർ മേഖലയിലാണ്. കോയമ്പത്തൂർ ഡെപ്യൂട്ടി കമ്മീഷണർ ഓഫ് പോലീസ് നിരോധിച്ചിട്ട് കെ കൃഷ്ണപ്രസാദ് എന്ന് പറയുന്ന കോയമ്പത്തൂരെ ഭാരതീയ ജനതാ പാർട്ടിയുടെ യുവജന സംഘടനയുടെ ജില്ലാ സെക്രട്ടറി കോടതിയിൽ പോയപ്പോൾ ജസ്റ്റിസ് ജയചന്ദ്രൻ, ഹൈക്കോടതി ജഡ്ജി, അത്ഭുതപ്പെട്ടു പോയി. രാജ്യം അതിൻ്റെ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുകയാണ്, 78ാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നു. അപ്പോൾ ഒരു പൗരന് മൗലികാവകാശമുണ്ട്, അവനിഷ്ടം രാജ്യത്തിൻ്റെ കൊടി ഉയർത്തുക എന്നുള്ളത് അവൻ്റെ അഭിമാനത്തിൻ്റെ പ്രശ്നമാണ്. അത് ഉയർത്താൻ വേണ്ടിയിട്ട് ഓരോ വർഷവും പൗരന്മാർ കോടതിയിൽ വരേണ്ടി വരുന്നു എന്ന് പറഞ്ഞാൽ വലിയ അതിശയകരമായ കാര്യമെന്നാണ് കോടതി പറഞ്ഞത്. ദേശീയ സ്വാതന്ത്ര്യ ദിനത്തിൽ ദേശീയ പതാക ഉയർത്താൻ ഒരു പൗരന് കോടതിയുടെ അനുവാദം വേണം എന്ന് പറയുന്നത് കേട്ടുകഴിവില്ലാത്ത കാര്യമാണ്. തമിഴ്നാട്ടിൽ അങ്ങനെയാണ് നടക്കുന്നത്. തമിഴ്നാട്ടിൽ കുറേ കാലമായിട്ട് നടക്കുന്നത് ഈ രാജ്യത്ത് ഒരിടത്തും കേട്ടുകഴിവില്ലാത്ത കാര്യങ്ങളാണ്. നോക്കുന്നില്ലേ, RSSൻ്റെ റൂട്ട് മാർച്ചുകൾ, പഥസഞ്ചലനം തമിഴ്നാട് സ്റ്റാലിൻ നിരോധിച്ചു. ഒടുവിൽ കോടതി ഇടപെട്ട് നടത്താൻ പറഞ്ഞു. കോടതി ഇടപെട്ട് പെർമിഷൻ കൊടുത്തിട്ടും അത് നടത്തിക്കാതിരിക്കാൻ ശ്രമം നടന്നു. അവസാനം ഹൈക്കോടതി അതിശക്തമായ ഭാഷയിൽ പറഞ്ഞു, ഇന്ത്യയിൽ എല്ലായിടത്തും RSSന് റൂട്ട് മാർച്ചുകൾ, പഥസഞ്ചലനം നടത്താനുള്ള അവകാശമുണ്ട്. നിങ്ങൾ നിശ്ചയിക്കുന്നതിൻ്റെ കാര്യം എന്താണെന്ന് ചോദിച്ചു പറഞ്ഞ് ലോ ആൻഡ് ഓർഡർ പ്രശ്നം ഉണ്ടാകും, ക്രമസമാധാന പ്രശ്നം ഉണ്ടാകുന്നതാണ്. ക്രമസമാധാന പ്രശ്നം ഉണ്ടാകും എന്ന് പറഞ്ഞിട്ട് എല്ലാ കാര്യങ്ങളെയും തടയുകയല്ല സർക്കാർ ചെയ്യേണ്ടത്. മറിച്ചോ ക്രമസമാധാന തകർച്ച ഉണ്ടാക്കാൻ RSSൻ്റെ റൂട്ട് മാർച്ച് പോകുന്ന വഴിക്ക് ക്രമസമാധാന പ്രശ്നം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ആളുകളെ കൈകാര്യം ചെയ്യാണ് വേണ്ടത്. ഇപ്പം നമ്മൾ രാത്രി പറയല്ലേ, സബ്ജക്റ്റ് വേറെയാണ്, എന്നാൽ പോലും ഒരു ഉദാഹരണം ആളുകൾക്ക് മനസ്സിലാവാൻ വേണ്ടി പറയാം. ഈ സ്ത്രീകൾ രാത്രിയിൽ ഇറങ്ങിയാൽ കുഴപ്പമാണെന്ന് പറയും അല്ലേ, ആ സമയത്ത് ഇറങ്ങരുത്. ആ സമയത്ത് ഇറങ്ങിയാൽ ആർക്കാ കുഴപ്പം? സ്ത്രീകൾക്കാ കുഴപ്പം. സ്ത്രീകൾ എന്തെങ്കിലും ചെയ്യുന്നതുകൊണ്ടാണോ? അല്ല. ആര് ചെയ്യുന്നതുകൊണ്ടാണ്? പുരുഷന്മാരെന്തെങ്കിലും ചെയ്യുന്നുള്ളതാണ്. ഒരു സിനിമയിലെ ഡയലോഗാണ് ഞാൻ പറയുന്നത്. പുരുഷന്മാർ രാത്രിയിൽ ഇറങ്ങുന്ന സ്ത്രീകൾക്ക് പ്രശ്നങ്ങളുണ്ടാക്കും. അപ്പോൾ തടയേണ്ടത് സ്ത്രീകളെയാണോ പുരുഷന്മാരെയാണോ? രാത്രി പുരുഷന്മാർ പുറത്തിറങ്ങരുതെന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്ക് സ്വതന്ത്രമായിട്ട് പോകാമല്ലോ. അല്ലെങ്കിൽ സ്വതന്ത്രമായി പുറത്തിറങ്ങുന്ന സ്ത്രീകളെ ഉപദ്രവിക്കുന്ന പുരുഷന്മാരെ കൈകാര്യം ചെയ്യണം. അതിനാണ് ലോ ആൻഡ് ഓർഡർ സംവിധാനം ഉണ്ടാകുന്നത്. ക്രമസമാധാന പാലനത്തിനുള്ള സംവിധാനം നമ്മുടെ രാജ്യത്തുണ്ടാക്കിയിരിക്കുന്നത് സമാധാന ഭംഗം ഉണ്ടാക്കുന്ന ശക്തികളെ നേരിടാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ സമാധാന ഭംഗം ഉണ്ടാകും, അതുകൊണ്ട് രാത്രിയിൽ സ്ത്രീകളൊന്നും പുറത്തിറങ്ങരുത്, BJP-ക്കാർ തിരങ്ക റാലി നടത്താൻ പാടില്ല എന്ന് പറയാൻ പാടില്ല. ഇതാണ് കോടതി പറഞ്ഞത്. ഒരു പൗരൻ്റെ അവകാശമാണ്. ഇത് പറഞ്ഞപ്പോൾ അഡ്വക്കേറ്റ് ജനറൽ, തമിഴ്നാട് സർക്കാരിൻ്റെ അഡ്വക്കേറ്റ് ജനറൽ കോടതി പറഞ്ഞതെന്നറിയോ, അത് കഴിഞ്ഞ വർഷം BJP-ക്കാർ റാലി നടത്തിയപ്പോൾ കുറച്ച് പേര് ബൈക്കിൽ ഹെൽമെറ്റ് വെച്ചിരുന്നില്ലെന്ന്. നമ്മുടെ നാട്ടിൽ തെരഞ്ഞെടുപ്പൊക്കെയായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ പാർട്ടികളിൽ എത്രയോ ജാഥകൾ, വാഹന ജാഥകളൊക്കെ നടക്കുന്നു. അതിലൊന്നും ആരും ഹെൽമെറ്റ് വെക്കാറില്ല. അതിൻ്റെ പേരിൽ പോലീസ് കേസെടുക്കാറുമില്ല. കഴിഞ്ഞ വർഷം നിങ്ങൾ നടത്തിയ ബൈക്ക് റാലിയിൽ 2-3 പേര് ഹെൽമെറ്റ് വെച്ചില്ല, അതുകൊണ്ട് ഈ വർഷം പെർമിഷൻ തരത്തില്ല എന്ന് ഏതെങ്കിലും സർക്കാർ കേരളത്തിൽ പോലും പറഞ്ഞു കേട്ടിട്ടില്ല. കേരളത്തിൽ പോലും BJP-ക്കാരുടെ RSSൻ്റെയൊക്കെ മാർച്ചുകൾ, ജാഥകളൊക്കെ നടക്കുമ്പോൾ ഹെൽമറ്റ് ഇല്ലാതെ ആളുകൾ പോകുന്നുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് നടന്ന കലാശക്കൊട്ടിൻ്റെ വീഡിയോ എടുത്ത് നോക്ക്. 2 മുന്നണികളുടെയും BJP-യുടെയും കലാശക്കൊട്ടിൽ ബൈക്കിൽ ഹെൽമറ്റ് ഇല്ലാതെ 100 കണക്കിന് ആളുകൾ യാത്ര ചെയ്തിട്ടുണ്ട്. അത് 3 പേരൊക്കെ കയറിയിരുന്ന് 2 കൈയിലും കൊടിയൊക്കെ വിശിപ്പോയിട്ടുണ്ട്. ഒരു പോലീസും കേസെടുത്തിട്ടില്ല. സ്ട്രിക്റ്റ് സെൻസിൽ നോക്കിയാൽ ഹെൽമറ്റ് വെക്കുക എന്നുള്ള മോട്ടോർ വാഹന നിയമത്തിലെ വ്യവസ്ഥയുടെ ലംഘനം എന്നൊക്കെ പറയാം. അതിൻ്റെ പേരിൽ അടുത്ത വർഷം നീ കലാശക്കൊട്ട് നടത്താൻ പാടില്ല എന്ന് പറയുമോ? ഇതൊന്നുമല്ലല്ലോ. രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യദിനം അത് വലിയ ആഘോഷമായി തിരങ്ക റാലിയൊക്കെ നടത്തി ആഘോഷിക്കണമെന്ന് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി പറയുന്നു, ഇന്ത്യ ഗവൺമെൻറ് പറയുന്നു. അപ്പോൾ ദേശീയ ആഘോഷമാണ് നമ്മുടേത്. ആഗസ്റ്റ് 15 ഇന്ത്യക്കാർക്ക് എല്ലാവർക്കും ഒരേപോലെ ആഘോഷിക്കാവുന്ന ആഘോഷങ്ങൾ, ജാതി മത വ്യത്യാസമില്ലാതെ ആഘോഷിക്കാവുന്ന 2 കാര്യങ്ങളുള്ളൂ. ഒന്ന് ഇൻഡിപെൻഡൻസ് ഡേയും മറ്റൊന്ന് റിപ്പബ്ലിക് ഡേയുമാണ് അല്ലേ? അതിൽ അഭിപ്രായ വ്യത്യാസമുള്ളവരുണ്ടാവും. കാരണം ഇന്ത്യ എൻ്റെ രാജ്യമല്ല എന്ന് കരുതുന്നവർക്ക് പ്രശ്നം ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ഒരു സന്ദർഭത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയിലെ യുവാക്കൾക്ക് ദേശീയ പതാക ഉയർത്താനും അതുമായി ഘോഷയാത്രകൾ നടത്താനും ഒരു സർക്കാർ വിലക്ക് ഏർപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ എത്രമാത്രം ദേശവിരുദ്ധവും പ്രതിലോമകരവുമാണ് തമിഴ്നാട്ടിലെ
DMK സർക്കാർ എന്ന് ആലോചിച്ചാൽ മതി. നമുക്ക് കുറേ കാലമായിട്ട് DMK സർക്കാർ എടുക്കുന്ന നിലപാടുകൾ അറിയാമല്ലോ. ഈ നമ്മുടെ അമേരിക്കയിലെ ഒരു വിദേശകാര്യ ജോയിൻറ്റ് സെക്രട്ടറി ഡൊണാൾഡ് ലൂ അട്ടിമറി വിദഗ്ധനാണ്. അദ്ദേഹമാണ് ശരിക്കും ബംഗ്ലാദേശിൽ ഹസീനയെ അട്ടിമറിച്ചതിൻ്റെ പിന്നിലെ പ്രധാന ശില്പി എന്നും പറയപ്പെടുന്നുണ്ട്. ഡൊണാൾഡ് ലൂ ഇന്ത്യയിലേക്ക് വന്നപ്പോൾ ഡൽഹിയിൽ ഇറങ്ങാതെ ചെന്നൈയിലാണ് പോയത്. ചെന്നൈ പോയി സ്റ്റാലിനാണ് തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ്. അപ്പോൾ ഇന്ത്യയിൽ വലിയൊരു അട്ടിമറി പ്രവർത്തനം നടത്തി കട്ടിങ് സൗത്ത് ഇന്ത്യ വേറെയാക്കണം എന്നൊക്കെ പറയുന്ന ഇന്ത്യ വേറെയാണ്, സൗത്ത് ഇന്ത്യ വേറെയാണ്, തമിഴ്നാട് വേറെയാണ് എന്നൊക്കെയുള്ള ആശയം കുറേ കാലമായി കത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയാണ് DMK. DMKയെ സംബന്ധിച്ചിടത്തോളം അവരിതിനൊന്നും അംഗീകരിക്കുന്നില്ല. ഇന്ത്യയുടെ ഹിന്ദി വേണമെന്ന് പറഞ്ഞാൽ അംഗീകരിക്കത്തില്ല, ഹിന്ദിയിൽ ബോർഡ് വെക്കാൻ സമ്മതിക്കത്തില്ല, ഹിന്ദി ഭാഷ പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രശ്നമാണ്, എന്തിന് ഹിന്ദു എന്ന് പറഞ്ഞാൽ പ്രശ്നമാണ്, സനാതന ധർമ്മത്തെ മലേറിയ പോലെ ഇല്ലാതാക്കണം എന്ന് പറയുന്നവരാണ് ഉദയനിധി സ്റ്റാലിൻ. അപ്പോൾ ഇങ്ങനെയുള്ള വിരുദ്ധമായ അല്ലെങ്കിൽ ഹിന്ദു വിരുദ്ധമായ നിലപാടുകളെടുത്ത് കുപ്രസിദ്ധി ആർജിച്ചുകൊണ്ടിരിക്കുകയാണ് ചുരുങ്ങിയ കാലത്തിനുള്ളിൽ സ്റ്റാലിൻ്റെ സർക്കാർ. അതേ സ്റ്റാലിൻ്റെ സർക്കാർ വളരെ വിചിത്രമെന്ന് തോന്നുന്നു, സ്വാതന്ത്ര്യ ദിനത്തിന് BJPക്കാർ ദേശീയ പതാക ഉയർത്താൻ പാടില്ല, അതുമായി റാലി നടത്താൻ പാടില്ല എന്ന് പറയുന്നത് കോടതി ഞെട്ടിച്ചു കളഞ്ഞു. കോടതി പറയുകയാണ്, നിങ്ങളെന്താ പറഞ്ഞിരിക്കുന്നത്, ഹെൽമറ്റ് വെച്ചില്ല എന്നോ. അതപ്പോൾ നിങ്ങൾ ഇതിനിടയ്ക്ക് ഈഫും ബട്ടും വെക്കുകയാണ്. ഈഫ് അല്ലെങ്കിൽ ബട്ട് അത് ശരിയാണ്, നമ്മൾ കൊടുക്കാറുണ്ട്. ബട്ട് അവർ ഹെൽമറ്റ് വെച്ചില്ല, ഈഫ് അവർ ഹെൽമറ്റ് വെക്കുകയാണെങ്കിൽ കൊടുക്കാം എന്ന് ഈഫും ബട്ടും ഒക്കെ വെച്ചിട്ട് നിങ്ങൾ വിലക്കുക എന്ന് പറഞ്ഞാൽ അത് കേട്ടുകഴിവില്ലാതെയാണ്. ഒരു പൗരൻ്റെ അവകാശമാണ്, അവൻ്റെ ആത്മാഭിമാനത്തിൻ്റെ പ്രശ്നമാണ് ഈ അവൻ്റെ രാജ്യത്തിൻ്റെ പതാക ഉയർത്തുക എന്നുള്ളത്. അത് നിഷേധിക്കാൻ നിങ്ങൾക്ക് എന്താണ് അധികാരം? കോടതി ചോദിച്ചു. ജസ്റ്റിസ് ജയചന്ദ്രൻ്റെ ഓർഡറിൽ വളരെ കൃത്യമായി പറയുകയാണ്, ഇങ്ങനെ ഓരോ വർഷവും ദേശീയ ആഘോഷത്തിൻ്റെ ഭാഗമായി സ്വാതന്ത്ര്യദിനം ആഘോഷിക്കാൻ പൗരന് കോടതി കയറി ഇറങ്ങേണ്ടി വരുന്ന ഒരു സംസ്ഥാനത്തെന്ന് പറഞ്ഞാൽ അതീവ ദയനീയമാണ്, ഇത് അനുവദിക്കാനാവില്ല എന്ന് കോടതി പറഞ്ഞു. അപ്പം ഞാനിത് പറയുന്നത്, നമ്മൾ രാജ്യമൊട്ടാകെ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുമ്പോൾ തമിഴ്നാട്ടിൽ മാത്രം എന്താണ് ഇങ്ങനെ നടക്കുന്നത്? തമിഴ്നാട് ഇന്ത്യയുടെ ഭാഗമല്ലേ? ദേശീയ പ്രസ്ഥാനം എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ദേശീയ പതാക എന്ന് പറയുമ്പോൾ ഇവർക്ക് എന്താണ് ഇത്ര ചുരുക്ക്? DMKയ്ക്ക് മാത്രം തമിഴ്നാട്ടിൽ അല്ലെങ്കിൽ DMKയുടെ ഘടകകക്ഷി DMK ഉൾപ്പെടുന്ന സഖ്യകക്ഷിയായ ഇന്ത്യ മുന്നണിക്ക് മാത്രം ആഘോഷിച്ചാൽ മതിയോ? BJPയോട് എന്താണ് ഇത്ര വലിയ ദേഷ്യം എന്നുള്ള ചോദ്യം പ്രസക്തമാണ്. BJPയോടുള്ള ദേഷ്യം വളരെ കൃത്യമാണ്. കാരണം BJP വളരെ പെട്ടെന്ന് വളരുകയാണ്. ADMKയ്ക്കൊപ്പം BJP വളർന്നു വരുന്നു. DMKയെ ഇന്നല്ലെങ്കിൽ നാളെ അട്ടിമറിക്കാൻ പോകുന്നത് ADMKയും BJPയും ചേർന്നുള്ള സഖ്യമോ അല്ലെങ്കിൽ BJP തന്നെയോ ആകുമെന്ന് വല്ലാതെ പേടിക്കുന്നു. മാത്രമല്ല തമിഴ്നാട്ടിൽ നമുക്കറിയാവുന്ന ഇന്ത്യ മുഴുവൻ അറിയപ്പെടുന്ന നേതാക്കന്മാർ സ്റ്റാലിനും എടപ്പാടിയും പനീർശെൽവം ഒക്കെ ഉള്ളൂ. ആ നിരയിലേക്ക് ഒരുപക്ഷെ അവരെക്കാൾ കൂടുതൽ കരിസ്മയോടെ അണ്ണാമലൈ എന്ന് പറയുന്നൊരു നേതാവ് ഉയർന്നു വരുന്നു. അദ്ദേഹത്തിന് തമിഴ്നാട്ടിലെ ഗ്രാമാന്തരങ്ങളിലും നഗരങ്ങളിലും ഒക്കെ വലിയ ജനസ്വാധീനം ഉണ്ടാകുന്നു. BJPയുടെ വോട്ട് ഷെയർ ഏതാണ്ട് 18-20% വളർന്നു വരുന്നു. ദക്ഷിണേന്ത്യയിൽ തമിഴ്നാട്ടിൽ BJPക്ക് ഭാവിയിൽ ഒരു പ്രധാനമന്ത്രി അവിടുന്ന് ഉണ്ടാകും എന്നുവരെ ഉള്ള പ്രചാരണങ്ങൾ വ്യാപകമായി നടക്കുന്നു. സ്റ്റാലിനെ സംബന്ധിച്ച് സ്റ്റാലിനൊക്കെ ആഗ്രഹമുണ്ടെങ്കിലും ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഒന്നും ആകാൻ ഒരിക്കലും കഴിയില്ല. പക്ഷേ തമിഴ്നാട്ടിൽ നിന്നുള്ള അണ്ണാമലയെക്കുറിച്ച് ആളുകളിങ്ങനെ ഒരു വലിയ പൊളിറ്റിക്കലി രാഷ്ട്രീയ പാർട്ടി ഒന്നും BJP ഒന്നും പറയുന്നില്ലെങ്കിൽ പോലും ആളുകളിങ്ങനെ പറയുന്നുണ്ട്, ഈ സൗത്ത് ഇന്ത്യയിൽ നിന്നൊരു പ്രധാനമന്ത്രി ഉണ്ടാവും, അത് അണ്ണാമലയായിരിക്കും എന്നൊക്കെ പറയുമ്പോൾ പൊളിറ്റിക്കലി ഒരു കരിസ്മ അണ്ണാമലയുടെ ഒരു സ്റ്റേച്ചർ വളരെ വലുതാവുകയാണ്. BJP ഒരു വലിയ ഭാവിയിലെ തമിഴ്നാടിൻ്റെ ഭാവി ഭാഗധേയം നിർണ്ണയിക്കുന്ന പാർട്ടിയായിട്ട് വളരുന്നു എന്ന് വരുന്നതിൻ്റെ ഒരു വലിയ അസ്വസ്ഥത, ആശങ്ക, പച്ച മലയാളത്തിൽ പറഞ്ഞ് ചൊറിച്ചൽ വല്ലാതെ DMKയ്ക്കുണ്ട്. അതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഒരു ബോധമുള്ള ആരെങ്കിലും ചെയ്യുമോ? ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി നാളെ സ്വാതന്ത്ര്യദിനത്തിന് കേരളത്തിലെ SDPക്കാർ ദേശീയ പതാകയുമായിട്ട് റാലി നടത്തിയാലും ആരും തടയാനൊന്നും പോകുന്നില്ല. അത് അവരുടെ അവകാശമാണ്. സ്വാതന്ത്ര്യദിനം എന്ന് പറയുന്നത് എല്ലാ ഇന്ത്യക്കാരൻ്റെയും ആത്മാഭിമാനത്തിൻ്റെയും ആത്മഹർഷത്തിൻ്റെയും ദിവസമാണ്. അതിനെ തടയാൻ പോലും BJPക്കാർ മാത്രം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കേണ്ട എന്ന് തടയാൻ മാത്രം തമിഴ്നാട്ടിലെ DMK സർക്കാർ മാറിയിരിക്കുന്നു എന്നതാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്ന കാര്യം. അതിനെന്തായാലും അതൊന്നും നമ്മുടെ നാട്ടിലെ നീതിപീഠം അംഗീകരിക്കുന്നില്ല. അത് വളരെ കൃത്യമായി ജസ്റ്റിസ് ജയചന്ദ്രൻ്റെ ഉത്തരവിൽ പറയുന്നു, ഒരു രാജ്യത്തെ പൗരൻ അവന് എല്ലാ വർഷവും സ്വാതന്ത്ര്യദിനം ആഘോഷിക്കണമെങ്കിൽ കോടതിയുടെ അനുമതി വാങ്ങണം എന്ന് പറയുന്നത് ഭരണഘടനയുടെ 21-ാം അനുച്ഛേദത്തിനും അത് അവൻ്റെ ദേശാഭിമാനത്തിനും നിരക്കാത്തതാണ്. അത് അവൻ്റെ അഭിമാനമാണ്, അവകാശമാണ് എന്ന് പറഞ്ഞ് കോടതി ഒരു വലിയ നിർണായകമായ ഉത്തരവ്
തമിഴ്നാട് സർക്കാരിനെ പ്രഹരമൊലിപ്പിച്ച് നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും സ്വാതന്ത്ര്യ ദിനം പോലും വൃത്തികെട്ട രാഷ്ട്രീയ കളിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സർക്കാരായി DMK സർക്കാർ മാറിയിരിക്കുന്നു എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. പക്ഷേ ഇതൊന്നും നമ്മുടെ പത്രങ്ങളിലൊന്നും വാർത്ത വരില്ല, വാർത്തയൊന്നും ഒന്നും വരില്ല. അപ്പോൾ തമിഴ്നാട്ടിൽ വാർത്തയാണ്. തമിഴ്നാടിനോട് ചേർന്ന് കിടക്കുന്ന സംസ്ഥാനം ആയതുകൊണ്ട് സ്വാഭാവികമായും കേരളത്തിലെ ഏതെങ്കിലും ഒരു പത്രത്തിൽ, ഏതെങ്കിലും ഒരു ചാനൽ, ഒരു സ്ക്രോളെങ്കിലും പോകേണ്ടതാണ്. ഏതെങ്കിലും ഒരു പത്രത്തിൻ്റെ മൂലയ്ക്ക് ഒരു കൊച്ചു വാർത്തയെങ്കിലും വരേണ്ടതാണ്. വന്നിട്ടില്ല. കാരണം BJPക്കാരെയാണ് വിലക്കിയത്. BJPക്കാർക്ക് അനുകൂലമായിട്ടാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ വിധി വന്നിരിക്കുന്നത്. അപ്പോൾ BJP വിജയിച്ചൊരു കാര്യം പറയാൻ പാടില്ല. അതിൻ്റെ ഏറ്റവും പ്രകടമായ അവസാനത്തെ ഉദാഹരണമാണ് തമിഴ്നാട്ടിലെ ഈ കോടതി വിധി. മാത്രമല്ല, തമിഴ്നാട്ടിൽ സ്റ്റാലിൻ BJPക്കെതിരെ എന്തും ചെയ്യും എന്നതിൻ്റെ തെളിവ് കൂടിയായി ഇത് മാറിയിരിക്കുകയാണ്. ഒരു പ്രത്യക്ഷ ഉദാഹരണം എന്ന് തന്നെ പറയാം. അതെ അതെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.